പൊങ്കൽ ആഘോഷമാക്കാൻ ജനനായകൻ എത്തില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷയും പോയി. പൊങ്കലിന് എന്തായാലും സിനിമ എത്തില്ല. ഈ സെൻസർ ബോർഡ് എന്താ ഇങ്ങനെ? മതം, വർഗീയത, വിദേശ നയത്തെയും സൈന്യത്തെയും പറ്റിയുള്ള പരാമർശങ്ങൾ, ഇതൊക്കെയുള്ളൊരു സിനിമയ്ക്ക് അത്ര പെട്ടെന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ സിനിമ മാത്രമേ അതൊക്കെ ചർച്ച ചെയ്യുന്നുള്ളൂ. എല്ലാ സിനിമകൾക്കും ഇതൊക്കെ ബാധകമല്ലേ? എന്തിനാ ഈ വിവേചനം? കഴിഞ്ഞ ദിവസം ടോക്സിക്കിന്റെ ടീസർ ഇറങ്ങിയത് കണ്ടിരുന്നോ? ഒരു രാജ്യത്ത് രണ്ട് നീതി, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയല്ലേ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവുക? ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്ത് വലിയ ചർച്ചയായ രണ്ട് വിഷയങ്ങളാണ് വിജയ് നായകനായ ജനനായകൻ നേരിടുന്ന സെൻസർഷിപ്പ് പ്രതിസന്ധികളും യാഷ് നായകനായ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ടീസറിലെ വിവാദ രംഗങ്ങളും. വിജയ് എന്ന നടൻ തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതിനു ശേഷം പുറത്തിറങ്ങുന്ന അവസാന ചിത്രം എന്ന നിലയിൽ ജനനായകൻ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സിനിമയാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഭാഗത്തു നിന്ന് സിനിമയുടെ റിലീസിംഗ് തടയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചാലും അത് രാജ്യത്തിന്റെ പരമാധികാരം, സുരക്ഷ അല്ലെങ്കിൽ ക്രമസമാധാനം എന്നിവയെ ബാധിക്കുമെന്ന് പരാതി ലഭിച്ചാൽ സർക്കാരിന് ആ സിനിമ വീണ്ടും പരിശോധിക്കാൻ റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടാം. ജനനായകൻ വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചതും 2023 സിനിമാറ്റോഗ്രാഫ് ഭേദഗതി നിയമത്തിന്റെ ഫലത്തിലാണ്. സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന കോടതി ഉത്തരവിന് സ്റ്റേ വന്നതോടെ സിനിമ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾക്ക് വിധേയമാകേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതെല്ലാ സിനിമകൾക്കും ബാധകമല്ല? യാഷ് നായകനായ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ അതിലെ തീവ്രമായ വയലൻസും കാറിനുള്ളിലെ ചില രംഗങ്ങളും വലിയ രീതിയിൽ തന്നെ വിമർശനം ഏറ്റുവാങ്ങുകയാണ്. ഇതിൽ സെൻസർ ബോർഡിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അതിലെ ടീസർ പ്രദർശിപ്പിക്കണമെങ്കിൽ സെൻസർ ബോർഡിന്റെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലും ടീസറിന് യു അല്ലെങ്കിൽ UA സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ അത് എല്ലാവരും കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാൻ കഴിയൂ. എന്നാൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ടീസർ പുറത്തിറക്കാൻ സെൻസർ ബോർഡിന്റെ അനുമതി നിയമപരമായി നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണാൻ അനുവാദമില്ലാത്ത പല ബോൾഡ് രംഗങ്ങളും സിനിമയുടെ ടീസറിൽ ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്യാറുണ്ട്. സിനിമയുടെ ഉള്ളടക്കം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന നിലപാടിന് പകരം ഒരു വിഭാഗം ആളുകൾ എന്തു കാണണമെന്ന് സർക്കാർ തീരുമാനിക്കുന്ന അവസ്ഥ. സെൻസർ ബോർഡിന്റെ ഈ നിലപാടുകൾ സിനിമാ വ്യവസായത്തെ സാമ്പത്തികമായി തകർക്കുകയും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ സംവിധായകരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ സെൻസർ ബോർഡ് എന്നത് സ്വതന്ത്രമായ സമിതി എന്നതിലുപരി രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൻസർ ബോർഡ് പലപ്പോഴും ഭരണകൂടത്തിന് അപ്രിയമായ രാഷ്ട്രീയ നിലപാടുകൾ പറയുന്ന സിനിമകളെ കർശനമായി നിയന്ത്രിക്കുമ്പോൾ ഹിംസയും ലൈംഗികതയും ഉൾപ്പെടുന്ന മാസ് സിനിമകളോട് അയഞ്ഞ സമീപനം സ്വീകരിക്കുന്നു എന്ന വിമർശനം ഈ രണ്ട് സിനിമകളുടെയും പശ്ചാത്തലത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്.